വേണം ഞങ്ങൾ കലാകാരന്മാർക്കുള്ള പ്രോത്സാഹനം. അപ്പോൾ മനോഹരമായ പടക്കമുട്ടുക ഒരു കയ്യടി സമ്മാനമായി നീക്കിക്കൊണ്ട് തുഞ്ചനും കുഞ്ചനും ആസാമുള്ളൊരു വളർന്നുകൊണ്ടെല്ലാം ജനിച്ച നാട്. ക്രിസ്മസും ഈസ്റ്ററും റംസാനുമെല്ലാം ബഹുമനസ്സോടെ ആഘോഷിക്കുന്ന നമ്മുടെ നല്ലതാണ്. വികാരങ്ങൾ തീർക്കാൻ ഹൈന്ദവരുമാണ്. പായസവും പാച്ചോറും നെയ്ച്ചോറുമെല്ലാം ഒരേ മനസ്സോടെ പങ്കിട്ട് ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നാമോളം ഭാഗ്യപ്പെടുന്നത് ആരാണ്? അതെ, ഈ ഭൂമിയിൽ നാം വരുന്നപ്പോൾ ഈ ഏവർക്കും സ്നേഹമുള്ള പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നല്ല ഒരു മതസൗഹാർദ്ദ കാര്യത്തോടുകൂടി വീഡിയോയിലേക്ക് ആരംഭിക്കുകയാണ്. ഈ ആരംഭിക്കുന്ന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കലാകാരൻ
എല്ലാവർക്കും ആദ്യമേ തന്നെ പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമൊക്കെ എല്ലാവരും കാണാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാറുണ്ടോ? പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ടെന്ന് കൈയടിക്കൂ. ഓക്കെ, വളരെയധികം സന്തോഷം. കോഴ്സുകൾ ഇത് ഐറ്റം നേരെ എന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂട്ടത്തിൽ ബാസി എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബാസി കൊടുത്തിട്ടില്ല, പകരം ഞങ്ങളുടെയൊക്കെ ജഡ്ജായിട്ട് ഇരിക്കുന്ന നസീർ സംക്രാന്തി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിക്കുന്നതിന് മുമ്പായി എൻ്റെ നാട്ടിൽ അഭിനയിച്ച സൂചിപ്പിക്കാണെങ്കിൽ ദൃശ്യം എന്ന ചിത്രത്തില് അതിന്റെ ദൃശ്യം 3 ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ ദൃശ്യം 3 അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കലാകാരൻ അജിത് കുമാറിനോട് നിറഞ്ഞ വേദി കൊടുത്തുകൊണ്ട് ഞാൻ അതിന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തിരുവനന്തപുരത്തിലാണല്ലോ ഇപ്പൊ ഫുള്ള് ദൃശ്യത്തിന് 3 ആയതുകൊണ്ട് ഓക്കെ, എന്താ തൊഴിലാളികളെന്ന് പറയും. അപ്പോൾ തൊഴിലുറക്കാർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. തൊഴിലുറക്കാർക്ക് ഹാപ്പി ന്യൂ ഇയർ മാത്രം പോരാ, എന്താണ് സ്പെഷ്യലായിട്ട് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും പെർഫോം ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്? പെർഫോമൻസ് ഞാൻ ഒരു കോമ്പിനേഷൻ ഇല്ല. ഇതിപ്പോ സംക്രാന്തിന് പോൾസിനും അവരൊരു കോമ്പിനേഷനാണ്. ഫാസിയ ഞാൻ ഇവരുമായിട്ട് അങ്ങ് മിംഗ്ലിംഗ് അല്ല, ഒറ്റയ്ക്ക് വന്നാണ്. ഒറ്റയ്ക്ക് വന്നതിന് ഒറ്റയ്ക്ക് എന്തെങ്കിലും പരിപാടി കഴിച്ചിട്ടുണ്ടോ? എന്താണ് ഒറ്റയ്ക്ക്? ലാലേട്ടനാണെങ്കിലാണോ പറ്റുള്ളൂ? ഓക്കെ, എന്തായാലും നമുക്ക് അജിത്ത് ഏറ്റവും വേദിയിൽ അവതരിപ്പിക്കാറുള്ള സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണം എപ്പോഴും അത് വേദിയിൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും 2 സിനിമാ താരങ്ങളുടെ ശബ്ദം ഒന്ന് അവതരിപ്പിച്ച് കേട്ടാൽ കൊള്ളാം. ആദ്യമായിട്ട് ഏത് താരത്തിന്റെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത്? ആദ്യം മുകേഷിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, നല്ലതാണെങ്കിൽ കൈയടിക്കണേ, ഇല്ലെങ്കിലും അടിക്കും. ചീത്തയാണെങ്കിൽ കൈയടിക്കണേ. ഇത്തിരി നാളായി ചെയ്തിട്ടായി. ഓക്കെ, മുകേഷ് എന്താണ് ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി? കാര്യം വളരെ ഏൽപ്പിച്ച കാര്യം എടേ, ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നെ കുറിച്ച് സുഹൃത്തുക്കളോട് പൊക്കി പറയുമെന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ അമ്മ മേടിച്ചില്ലേ? നിങ്ങളുടെ അമ്മ ഓടിക്കൂ. ഓക്കെ, കൽക്കാശിന്റെ കഠിനാക്ഷിയമല്ല മോഹൻദോസിന്റെ. ചർക്കയിൽ നൂറ്റെടുത്ത കതിർ കൊണ്ട് കോട്ടും കോളവും തൊപ്പിയും പളത്താൻ ധരിക്കുന്ന പഴയ രാഷ്ട്രീയക്കാരന്റെ ദില്ലിയല്ല. കേരളം എന്ന ഇട്ടാവട്ടത്തിൽ ഒരു സാധാ പോലീസുകാരോട് തായം കളിക്കാൻ മോഹൻ തോമസ് തയ്യാറല്ല എന്നല്ല, താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഏറെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നസീർക്ക, നമുക്കറിയാം തട്ടിമുട്ടി എന്ന പ്രോഗ്രാമിലൂടെ ഏറെ സൂപ്പർ ഹിറ്റായി മലയാള സിനിമയിൽ ഒട്ടേറെ സൂപ്പർ ഹിറ്റ് കോമഡി വേഷങ്ങൾ കൈകാര്യം ചെയ്ത നടനാണ്. ഇപ്പോൾ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിന്റെ ജഡ്ജിംഗ് പാനലിൽ ഇരിക്കുന്നു. ശരിക്കില്ല എന്ന് എല്ലാ കേരളത്തിലും എല്ലാവരും പറയുന്നു അദ്ദേഹത്തെ കുറിച്ച്. നമുക്ക് നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട കമൽഹാസനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. വേറില്ലേ? അല്ല, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. തൊഴിലേക്ക് ഒരു ഭാഗ്യമുള്ള ഇങ്ങനെയൊരു സംഘടന ഇവിടെ തൊഴിലുള്ള നിരവധി കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ കഴിവുകൾ കണ്ടെത്താനും ഇങ്ങനെയൊരു സംഘടനയില്ല, ഒരു കൂട്ടായ്മ അല്ല. നടനാക്കണമെങ്കിൽ ഐറ്റം പേരിൽ ഒന്ന് എന്തെങ്കിലും ചെയ്തെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും. ഓക്കെ, അതുപോലെ ഇപ്പൊ ഈ പ്രോഗ്രാമില് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമില് നാട്ടിലെ കോമഡിക്കാർ എന്ന് പറയുന്ന പുതിയൊരു സെഗ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. അതായത് എല്ലാവർക്കും വന്ന് ഫ്ലോറിൽ വന്ന് സ്കിറ്റ് അവതരിപ്പിക്കാൻ പറ്റും. 3 പേർക്ക് വരാം. പക്ഷേ ഈ ചെറിയ ചെറിയ കലാകാരന്മാർക്ക് അതായത് കലാപരമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക്, വീട്ടിലിരിക്കുന്ന അമ്മമാരെ, അച്ഛന്മാരെ, കുട്ടികളെ ആരുണ്ടെങ്കിലും അവിടെ വരാം. 3 പേർക്ക് മത്സരിക്കാം. അതിനുള്ള സ്കിറ്റ് കാര്യങ്ങൾ, ഒരു ത്രെഡ്, നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ നടക്കുന്ന എനിക്ക് തോന്നുന്നു 11-ാം തീയതി എറണാകുളത്ത് മെർമേഡിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഓഡിഷൻ. ആർക്ക് വേണമെങ്കിലും അതിൽ പങ്കെടുക്കാം. എന്തെങ്കിലും കാരണവശാൽ പുള്ളി ചിരിച്ചില്ലെങ്കിൽ അവിടെ വെച്ച് നമുക്ക് പണി കൊടുക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, എന്താണ് വേറെ എന്താണ് ഈ തൊഴിലുറക്കാരുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നത്? കാര്യം ഇവിടെ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്നതാണ്. അതെ, തൊഴിലുറയിൽ ഒത്തിരി കലാകാരന്മാരും തൊഴിലുറക്കാർക്കാണ് ഷെയർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മോട് പറഞ്ഞ് ഇത് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഉള്ളവർ പറയുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഇവിടെ വന്നിട്ടുള്ളവര് നമ്മളെ കാണാൻ വേണ്ടി വന്നവരാണല്ലോ. അതെ, അപ്പൊ സ്റ്റേജിലേക്ക് അവരെ വേണമെങ്കിൽ വിളിക്കാം. ഒരു 3 സ്വന്തം ഭാര്യയായിട്ട് ഹസ്ബൻഡും വൈഫും ഇതിലേക്ക് വരാം. എന്നിട്ട് വിശേഷങ്ങൾ നമുക്ക് ചുമ്മാ വരെയല്ല, ഇവർക്ക് ഒരു മെഗാ സമ്മാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം വരുന്ന 3 ഫാമിലിക്കാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഹസ്ബൻഡും വൈഫും പറഞ്ഞു. ആരാണ് ആദ്യം വരുന്നത്? ഒരു ഹസ്ബൻഡ്
രണ്ടുപേര് ഒരുപാട് പേർക്ക് നിൽക്കാനുള്ള സ്ഥലമില്ല അവിടെ, അതുകൊണ്ടാണ് ഹസ്ബൻഡും വൈഫും. അവരുടെ വിശേഷങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. രണ്ടാമത്തെ പെട്ടെന്ന് പോരെ. ഓക്കെ, അപ്പൊ ഇനി ഒരു ടീമിനോട് 3 സഭയിലേക്ക് ഒറ്റ ഫാമിലി കൂടെ വരണം, ഒരേ ഒരു ഫാമിലി കൂടെ. ടീച്ചർ ഇവിടെ നമ്മുടെ ടീച്ചറെ വിളിക്കും ഇവിടെ ചെയ്തുകൊണ്ട് മതി. വീട്ടിലുള്ള ആരെങ്കിലും വന്നാൽ മതി, നമുക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, വരൂ. എവിടെ? ഓക്കെ, അപ്പൊ എനിക്ക് ഇവരെയൊക്കെ അറിയാം, എനിക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെടുക. അപ്പൊ ടീച്ചറിനെ കുറിച്ച് ഇവിടെ ഉള്ളവർക്ക് അറിയാവുന്നതാണ്, എങ്കിലും ഒന്ന്. എൻ്റെ പേര് ആദിത്യൻ മുരളി, BB കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവന്റ്. എൻ്റെ പേര് ബിംഗ്ല ജോർജ്, ഞാൻ ലാബ് ടെക്നീഷ്യനാണ്. എൻ്റെ ഹസ്ബൻഡ് ഞാൻ വാട്ടർ ട്രീറ്റ്മെന്റ് മേഖലയാണ് വർക്ക് ചെയ്യുന്നത്. ആദിത്യ ഇവന്റ്സിന്റെ രാഗാർഡൻസിലെ ഒരു ചെറിയ ഗായകനോട് കൂടി. അതെ, നല്ല സിംഗറാണ്, ഞാൻ പാട്ട് കേട്ടു. ഓക്കെ ചേട്ടാ. എൻ്റെ പേര് സതീഷ്, ഞാൻ ഇലക്ട്രീഷ്യനാണ്. പിന്നെ ഇടയ്ക്ക് ഓട്ടോറിക്ഷ. ടെൻഷൻ എന്നാണ് പറഞ്ഞത്? ഇലക്ട്രീഷ്യൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. ശരി. എൻ്റെ പേര് ജയ, ഞാൻ ഹൗസ് വൈഫാണ്. ഓക്കെ ചേച്ചി. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവർക്ക് സമ്മാനം വളരെ വേഗത്തിൽ നമ്മൾ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. സമയം വളരെ കുറവാണ്. സമ്മാനം കൊടുക്കുന്ന നമുക്ക് ചുമ്മാ കൊടുക്കാൻ പറ്റില്ല, കാരണം 1, 2, 3 സമ്മാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ റെഡി 1, 2, 3 എന്ന് പറയുമ്പോൾ ആദ്യം കൈ ഉയർത്തുന്ന ഫാമിലിക്ക് 1ാം സമ്മാനം കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അത്രേ ഉള്ളൂ. ഒരു നല്ലൊരു കൈയ്യടി ഒന്ന് കൊടുത്ത് ഈ സ്റ്റേജിൽ കയറി വന്നതിനൊരു കൈയ്യടി. ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡി 1, 2, 3 പറയുന്നു. ആദ്യം കൈ ഉയർത്തുന്നവർക്ക് 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം. ഓക്കെ, റെഡി 1, 2. ഇതാണ് ഞാൻ ടീച്ചർ കൈ ഇങ്ങനെ കെട്ടി വെച്ചിട്ടിരുന്ന നടക്കില്ല കേട്ടോ. ഓക്കെ, കാര്യം സമ്മാനം നിങ്ങളെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം, കുഴപ്പമില്ല. ഓക്കെ, റെഡി 1, 2, 3. രണ്ടുപേരും ഒരുമിച്ച് നോക്കി, ഒറ്റ പ്രാവശ്യം കൂടെ. ഓക്കെ, റെഡി 1, 2, 3. ഒരുമിച്ച് നോക്കിയാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ആക്കിയ, ശോഭന അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ആക്കി, സുരേഷ് ഗോപി അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു ചിത്രമുണ്ട്, മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. ഏതാണെന്ന് അറിയാമോ? മണിച്ചിത്രത്താഴ് എന്ന ചിത്രം. ടീച്ചർ പറഞ്ഞ ടീച്ചർക്ക് ഒരു കൈയടി. ഈ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ നകുലനും ഗംഗയും മാറ്റി ഇപ്പോൾ വേദിയിൽ മാറാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും മനോഹരമായിട്ട് നകുലനും ഗംഗയും ആരാണോ തൊടുപുഴയിൽ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത് അവർക്കായിരിക്കും മെഗാ സമ്മാനം ലഭിക്കാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകം ഭാരവാഹി ശ്രദ്ധിക്കുക, ആരെ സ്റ്റേജിന് പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, ഓരോ ആദ്യം നസീർക്ക് പറഞ്ഞത് ആദ്യം കേൾപ്പിക്കുക. അതിനുശേഷം നകുലനും ഗംഗയുമായിട്ട് ഇവിടെ മാറാൻ വേണ്ടി പോവുകയാണ്. ഓരോ ബന്ധുക്കളും അതിന്റെ ക്ലൈമാക്സില് കട്ടിൽ നോക്കുന്ന സംഭവം, കട്ടിലില്ലാത്ത എവിടെ ചെന്നാലും എന്തായാലും നോക്കിക്കൊണ്ട് പോകാം. കട്ടിലില്ല, അതല്ല നമ്മൾ ഏരിയക്ക് അനുസരിച്ച് ചെയ്യണം. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഓഡിയോ കേൾക്കാം. ഒന്ന് പ്ലേ ചെയ്തോളൂ. സൗണ്ട് ഇടണം. അതുമല്ല, ഞാൻ പറഞ്ഞില്ലേ അന്നേക്ക് കല്യാണം എടുക്കാൻ പോകുന്നത്. നമ്മൾ രാവിലെ പറഞ്ഞിരുന്നാണല്ലോ, ഇതെന്താ ഇപ്പോഴൊരു മണിമാറ്റം? അതെന്താ അല്ലിക്ക് ആവശ്യം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. அப்ப நீ என்னை இங்கிருந்து எங்கே போக விட மாட்டேன். உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிற்ப. இன்னைக்கு கிருஷ்ணாஷ்டமி, உன்னை நான் கொண்டு உன் ரத்தத்தை குடிச்சு ഓക്കെ, അപ്പൊ ഇത്രയുള്ള സംഭവം ആണോ? കറക്റ്റ് അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ വേണ്ടി സാരിയെ കുടിച്ച് പോകാൻ വേണ്ടി ഒരുങ്ങി വന്നിരിക്കുകയാണ്. അല്ലിയാണ്. അല്ല അല്ലിക്ക് ആഭരണം ഗംഗ കേട്ടോ. ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു കാരണവശാലും വിടരുത് കേട്ടോ. നമുക്ക് താല്പര്യമില്ലാത്ത കല്യാണം. കാര്യം ലാസ്റ്റ് ആണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയെ മനസ്സിൽ ഓർത്തേക്കാം കേട്ടോ. ശോഭന കേട്ടോ.
ആരാ? ശോഭന ആ. കയറിയിരുന്നു. അപ്പൊ ഇവിടെ നടന്നു വരുന്നു, പോകണ്ടെന്ന് പറയുന്നു. ഓക്കെ, റെഡി. ഒരു കൈയടി കൊടുത്തു. ഇവര് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഒന്നും വേണ്ട, ചിരിക്കരുത്. എന്ന് വെച്ചാൽ നമുക്ക് ജൂവലറി ആണെന്ന് തോന്നുന്നു എന്റെ സമ്മാനം. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക. ഓക്കെ, റെഡി, പ്ലേ ചെയ്തോളൂ. മ്യൂസിക്. അതുമല്ല, ഞാൻ പറഞ്ഞില്ലേ അന്യക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഇപ്പൊ പോകണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞങ്ങൾ രാവിലെ പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനമാറ്റം? ഞങ്ങൾ ഇപ്പൊ പോകണ്ട. അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. அப்ப நீ என்னை இங்கிருந்து எங்கே போக விட மாட்டாய்? பொய்யொற்று நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிற்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொண்டு உன் ரத்தத்தை குடிச்சு ഇവിടെ പോകണം. അതുകൊള്ള ഞാൻ പറഞ്ഞില്ലേ അന്യക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോകണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാൻ രാവിലെ പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനമാറ്റം? ഗംഗ ഇപ്പൊ പോകണ്ട. അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടേ? அப்ப நீ என்னை இங்கிருந்து எங்கே போக விட மாட்டே? அயோக்கிய நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிற்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொண்டு உன் ரத்தத்தை குடிச்சு ഇവിടെ പോകണം. അതുകൊള്ള ഞാൻ പറഞ്ഞില്ലേ അന്യക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോകണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാൻ രാവിലെ പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനമാറ്റം? ഗംഗ ഇപ്പൊ പോകണ്ട. അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടേ? அப்ப நீ என்னை இங்கிருந்து எங்கே போக விட மாட்டே? பொய்யொற்று நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிற்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொண்டு உன் ரத்தத்தை குடிச்சு ഇതൊക്കെ വയറിലാവുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഇവർക്കുള്ള സമ്മാനം നമുക്ക് കൊടുക്കാം. അല്ലേ ഗംഗ? ഇവരിപ്പോ ആരാണ് മികച്ച പെർഫോമൻസ് എന്ന് എനിക്ക് നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാം, അവരല്ലേ വിലയിരുത്തുന്നത്. ശരി, പ്രേക്ഷകരോട് ചോദിക്കാം. വരൂ, കേൾക്കൂ. ഏറ്റവും മനോഹരമായിട്ട് ഇവിടെ പെർഫോം ചെയ്തത് ഈ ജോഡിയാണ് എന്നുള്ള സമ്മാനമാണ്. ഇത് ചായക്കപ്പല്ല. മൂന്നാം സമ്മാനം ഇതാണ്. ഞാൻ കൊടുക്കാം. അല്ല, സോറി, ഒന്നാം സമ്മാനം ഇരിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കുക. നല്ലൊരു കൈയടി അവർക്ക് കൊടുക്കുക. തൊട്ടടുത്ത് അമ്പലം കൂട്ടുന്നതായി ചെമ്പരത്തി കമ്പ് കൊണ്ട് അമ്പ് കുലയ്ക്കണതായി അങ്ങു തൊട്ടേ ഇങ്ങു തൊട്ടേ അക്കുത്തി കുത്തൊടുവായ വെളിച്ചം സാരി വീണ് മാമല ഞാനൊന്ന് കണ്ടേ ചെങ്കമിഴിൻ തേക്കുടഞ്ഞേ തുയിൽ പാടുന്ന വേണ്ടേ.
കിടാവാണ് Managing Director by Sir Aditya Phillips, Aditya. നല്ലൊരു കൈയടി. നമ്മൾ ഇത്രയും നേരം നമ്മുടെ അടുത്തൊക്കെ ഒരു 6 മണിക്കൊക്കെ വന്നതാണ്. നമ്മളാണ് താമസിച്ചത്. അതിനോട് ക്ഷമയും കൂടി ഇതിനോട് പറയുകയാണ്. ഇനിയും അവർക്ക് ധൃതിയുണ്ട്. കലയെ നെഞ്ചോട് ചേർക്കുന്നവരാകുമ്പോൾ ലൈവായിട്ട് നിൽക്കുന്ന ആളുകൾ ഒറ്റ സിനിമയിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അജിത് കൂത്താട്ടുകുളം സർ, അദ്ദേഹത്തെ സൈലന്റ് ഇന്നോവേറ്റീവിന്റെ വക അതേപോലെ തന്നെ ആദിത്യ ഫിലിംസും ഒപ്പം ചേർന്ന് ആദരിക്കുകയാണ്. ഒരു സ്നേഹാദരവാണ്. ഒരു ചേച്ചിയോടെ ഒക്കെ വർത്താനം പറഞ്ഞു തന്ന് നമ്മളെയൊക്കെ വളരെയധികം ചിരിപ്പിച്ചതാണ്. അപ്പൊ എന്താണേലും ഒത്തിരി സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തത് നമ്മുടെ പോൾസൺ ചേട്ടൻ പറഞ്ഞു, നസീർക്കയോട് പറഞ്ഞു ഞങ്ങളെ ചിരിപ്പിക്കണം എന്നല്ലേ. അപ്പൊ ഇതേപോലെ തന്നെ ഫാസി എന്ന് പറഞ്ഞ ആളുടെ കൂടെ അദ്ദേഹം കലാകാരനോടൊപ്പം കൂടെ ചിരിപ്പിക്കുന്ന പോൾസൺ ചേട്ടന് ഞങ്ങളുടെ വക ആദരവ് സൈനിക് ഫിലിം ഇന്നോവേറ്റീവും ആദിത്യ ഫിലിംസും ഒപ്പം ചേർന്ന് ഇനി നമുക്ക് യെസ് താങ്ക് യു.
ഒരു തുടക്കമായിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആരും പൂജ
ഇവിടെ എല്ലാം പ്രിയങ്കരനായ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം പറയാമോ? നമസ്കാരം. ഞാൻ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ പബ്ലിക് റിലേഷൻ ഓഫീസർ. PR എന്ന് കാണുമ്പോൾ പല പബ്ലിക്കിലും എന്താണ് ഈ പ്രോ എന്നറിയത്തില്ലാത്ത ഒരു സംശയമുണ്ട്. അപ്പം പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പബ്ലിക് പ്രോഗ്രാമിലൊക്കെ വന്ന് നിങ്ങളെ പരിചയപ്പെടുകയും പോലീസിനെ കൂടുതൽ നിങ്ങളിലേക്ക് ജനകീയമാക്കുകയും ചെയ്യുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഡ്യൂട്ടി ചെയ്യുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഇവിടെ വന്ന് നമ്മുടെ കോട്ടയം നസീർ, നമുക്കെല്ലാം കോട്ടയം നസീർ എന്ന് പറഞ്ഞ ആളിനെ അറിയാം. സംക്രാന്തി നസീർ, പ്രോസൻ എന്ന് പറഞ്ഞവരാണ് ഈ കലാകാരന്മാരെല്ലാം പേര് വിളിക്കുകയാണ്. അത്രമാത്രം മനസ്സിൽ ശ്രമിച്ചു നോക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്വർണത്തിനൊക്കെ വില എത്രയാ? 1 ലക്ഷം കടന്നു പോലെ. ഇതൊരു പരസ്യമല്ല. എനിക്ക് അതുകൊണ്ട് ശകലം വെള്ളിയൊക്കെ വീണാലും എൻ്റെ പാട്ടിനെ നിങ്ങൾ ശകലം വെള്ളിയൊക്കെ എൻ്റെ പാടുള്ളൂ. അത് സദയം ക്ഷമിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി
പതിനഞ്ചാവിലെ ആരാധിരമാല പടകായി എത്തി പതിനഞ്ചാവിലെ ആരാധിരമാല പടകായി ഇളവന്നൂർ മാർഗത്തിലെ